മാഷ ആൻഡ് ദ ബിയർ എപ്പിസോഡ് 9 കോൾ മീ പ്ലീസ്. ഇന്ന് വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ച് നടക്കുകയാണ്. കിട്ടു ഉടനെ തന്നെ ടിവിയുടെ മുമ്പിൽ പോയിരുന്ന് മാച്ച് കാണാൻ തുടങ്ങുന്നു. ഫ്രാൻസിന്റെ ആവേശകരമായ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടു മുറിക്കുള്ളിൽ പോയി ഫ്രാൻസിന്റെ ഫ്ലാഗും തൊപ്പിയും എടുത്ത് തിരിച്ചു വന്നപ്പോൾ കണ്ടത് മാഷ വന്നിട്ട് ചാനൽ മാറ്റി കാർട്ടൂൺ ഇരുന്ന് കാണുന്നു. ദൈവമേ, ഈ പെണ്ണിനെ ഞാൻ എന്തു ചെയ്യും? എൻ്റെ മാച്ച് ഞാനിപ്പോൾ മിസ്സാക്കുമല്ലോ. മാഷ അവിടെ നിന്നും ഒന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി കിട്ടു പല വഴികളും നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ബോൾ എടുത്ത് കളിക്കുന്നു. എന്നാൽ അതൊന്നും മാഷ ശ്രദ്ധിക്കുന്നില്ല. മാഷ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ കിട്ടു തന്റെ ഫോൺ എടുത്ത് കാണിക്കുന്നു. ഫോൺ അങ്ങനെയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മാഷ ഫോൺ പെട്ടെന്ന് വാങ്ങിക്കുന്നു. എന്നാൽ കിട്ടു പറയുന്നു, നിനക്ക് ഫോൺ ഇവിടെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ ഒന്ന് വേണമെങ്കിൽ കാട്ടിലൂടെയൊക്കെ നടന്നോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോൾ തന്നെ വരാം. ഡബിൾ ലോക്ക്. എത്ര നാളായി ഫോൺ കിട്ടിയിട്ട്. കിട്ടുവിനും സന്തോഷം, മാഷക്കും സന്തോഷം. കിട്ടു ഉടനെ തന്നെ മാച്ച് കാണാനായി പോകുന്നു. അവൾ നടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ അത് ഒരു പുഴു പോകുന്നു. അവൾ ഉടനെ തന്നെ കിട്ടുവിനെ വിളിച്ചു. കിട്ടു വന്ന് ആ പുഴുവിനെ മാറ്റി. പിന്നെ നടന്നപ്പോൾ അത് മാഷയുടെ മുന്നിൽ ഒരു ചെളിക്കുണ്ട്. അവൾ ഉടനെ കിട്ടുവിനെ വിളിച്ചു. കിട്ടു വന്നു അവളെ അപ്പുറത്തേക്ക് കടത്തി. ദേ മരത്തിൽ ഒരുപാട് ആപ്പിൾ നിൽക്കുന്നു. മാഷ ഉടനെ കിട്ടുവിനെ വിളിച്ചു. കിട്ടു വന്നിട്ട് ആ ആപ്പിൾ എല്ലാം പൊട്ടിച്ചു കൊടുത്തു. കിട്ടു വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അതാ ഒരു കോള്. ഈ പ്രാവശ്യം ഒരു അണ്ണാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ഇത്രയും നിസ്സാര കാര്യങ്ങൾക്കാണ് മാഷ കിട്ടുവിനെ വിളിക്കുന്നത്. അവളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്ന കിട്ടു ടെലിഫോൺ എടുത്ത് ശബ്ദം കേൾക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. അങ്ങനെ മാഷ വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുയൽ പേടിച്ചു കൊണ്ട് ഓടി വരുന്നത് കണ്ടത്. അവൾ നോക്കുമ്പോൾ ദാ ഒരു വിശന്നു വലഞ്ഞ ചെന്നായ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നാ മാഷ, നീയൊന്നും പേടിക്കണ്ട, ഞാൻ ഉടനെ എൻ്റെ കിട്ടുവിനെ വിളിക്കാം, അവൻ ഇപ്പോൾ ഇവിടെ എത്തും. മാഷ വലിയ ഡയലോഗ് അടിച്ച് കോൾ ഡയൽ ചെയ്യുന്നു. എന്നാൽ എടുക്കുന്നില്ല. വീണ്ടും വിളിച്ചു നോക്കുന്നു. നോ റെസ്പോൺസ്. വീണ്ടും വിളിക്കുന്നു. പെട്ടു എന്ന് മാഷക്ക് മനസ്സിലായി. മുയൽക്കുട്ട ഓടിക്കോട. രണ്ടുപേരും ജീവൻ കൊണ്ട് ഓടാൻ തുടങ്ങി, പിന്നാലെ ചെന്നായയും. എന്നാൽ മുയൽ എന്തു ചെയ്തെന്നോ ഓടിച്ചെന്ന് കിട്ടുവിനോട് മാഷ അപകടത്തിലാണെന്നും അവളുടെ അടുത്തേക്ക് ഒരു ചെന്നായ പോയിട്ടുണ്ടെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം മാഷയുടെ തൊട്ടടുത്ത് ആ ചെന്നായ വന്നെത്തിയിട്ടുണ്ട്. അവളെ പിടിച്ചില്ല എന്നായപ്പോയേക്കും നമ്മുടെ കിട്ടു അവിടേക്ക് വന്ന് ചെന്നായ ഒരു കൊട്ടു കൊടുത്ത് അവിടെ നിന്നും ഓടിച്ചു വിട്ടു. അതിനുശേഷം മാഷ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കിട്ടുവിനെ വിളിക്കാറുള്ളൂ. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് വേൾഡ് കപ്പ് 2026 ഫൈനൽ ഡേ ആണ്. അർജന്റീന വേഴ്സസ് സ്പെയിൻ. ഇന്ന് വേൾഡ് കപ്പിൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് നിങ്ങൾ കമന്റിൽ പറയണം. ആ കമന്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിന്നറുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.